ഈ വർഷത്തെ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കി ഹാജിമാര് പരിശുദ്ധമായ മദീന ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു കൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഡിവൈഡ് ചെയ്ത് ഓരോ വർഷം ആദ്യം മദീനത്തേക്ക് പോകുന്നവരുണ്ടാകും, പിന്നെ ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരികെ പോരുക, അതല്ലെങ്കിൽ ആദ്യം ഹജ്ജ് കർമ്മത്തിനെത്തി പിന്നെ മദീനത്ത് പോയി നാട്ടിലേക്ക് പോരുക എന്ന സിസ്റ്റം ഉണ്ടായിരുന്നു. ഈ വർഷം കേരളത്തിൽ നിന്ന് പോയ എല്ലാവർക്കും അവസാനമാണ് മദീനയിലേക്ക് പോകാനുള്ള അവസരമുള്ളത്. ഏതായിരുന്നാലും അവരുടെയൊക്കെ ഹജ്ജും അതുപോലെ ഉംറയും സിയാറത്തും എല്ലാം അല്ലാഹു തആല ഖബൂലാക്കുമാറാകട്ടെ. ലക്ഷോപലക്ഷം ആളുകൾ മദീനയിലേക്ക് തിങ്ങി നിറയുന്ന ഒരു സാഹചര്യമാണ് ഇന്നിന്റെ ദിവസം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ്. കാരണം ഒരേ സമയത്താണ് എല്ലാവർക്കും സമയം ലഭിച്ചത്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയം, ഒരു വലിയ ഭാഗ്യമാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യമാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മദീന മുനവ്വറയിൽ എത്തി മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യുക എന്നത്. ഒരു മനുഷ്യന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള മാർഗങ്ങളിൽപ്പെട്ട മാർഗമാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യുക എന്നത്. മഹാനായിരിക്കുന്ന വിശ്വലോക പണ്ഡിതനായ ഇമാമുനാ നബവി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ തന്റെ ഈലാഹ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം, ഇന്നഹാ മിൻ അഹമ്മിൽ ഖുർബാത്ത് വ അൻസഹിൽ മസാഇ. മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ മിൻ അഹമ്മിൽ ഖുർബാത്ത്, അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിൽപ്പെട്ട ഏറ്റവും മുഖ്യമായ കാര്യങ്ങളിൽപ്പെട്ടതാണ് വ അൻസഹിൽ മസാഇ, പരിശ്രമങ്ങളിൽ വെച്ച് ഏറ്റവും വിജയകരമായതും അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യലാണ്. അല്ലാഹുവിലേക്ക് അടുക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിൽ വെച്ച് മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ മിൻ അഹമ്മിൽ ഖുർബാത്ത് വ അൻസഹിൽ മസാഇ എന്ന മഹാനായിരിക്കുന്ന മുഹദ്ദിറുൽ മദ്ഹബി ഇമാമുനാ നബവി റളിയല്ലാഹു അൻഹു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ സാറ ഖബ്രി വജബത് ലഹു ശഫാഅതി. മഹാനായ ഹബീബുനാ മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും എന്റെ ഖബർ സിയാറത്ത് ചെയ്താൽ വജബത് ലഹു ശഫാഅതി, എന്റെ ശഫാഅത്ത് അവനിക്ക് നിർബന്ധമായെന്ന് ആദരവായ ഹബീബുനാ മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെന്ത് ശഫാഅത്താ? എല്ലാവരും മഹ്ശറിൽ ഒരുമിച്ച് കൂടുമ്പോൾ ജനങ്ങളെ ഹിസാബ് ചെയ്യാൻ വേണ്ടി അല്ലാഹു തആലയോട് ചെയ്യുന്ന ശഫാഅത്തുണ്ട്. ആ ശഫാഅത്തല്ല, ഞാൻ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ജാഅനി സായിറാ, ആരെങ്കിലും എന്റെ അരികിലേക്ക് എന്നെ സിയാറത്ത് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി വന്നാൽ ലാ തഹ്മിലുഹു ഹാജത്തുന ഇല്ലാ സിയാറത്തി, എന്നെ സിയാറത്ത് ചെയ്യുക എന്ന ലക്ഷ്യം മാത്രമേ അയാൾക്കുള്ളൂ. ഏതായാലും മദീനത്തേക്ക് പോയില്ലേ, ഒന്ന് സിയാറത്ത് ചെയ്യാം, അങ്ങനല്ല. ലാ തഹ്മിലുഹു ഹാജത്തുൻ ഇല്ലാ സിയാറത്തി, അവൻ ഇങ്ങോട്ട് വന്നത് എന്നെ സിയാറത്ത് ചെയ്യുക എന്ന ലക്ഷ്യത്തിൽ മാത്രമാണ്. എന്നാൽ കാന ഹഖ്ഖൻ അലയ്യ അൻ അകൂന ലഹു ശഫീഅൻ യൗമൽ ഖിയാമ, ആ മനുഷ്യനിക്ക് എന്തായാലും നാളെ പരലോകത്ത് ഞാൻ ശഫാഅത്ത് ചെയ്യൽ എന്റെ മേൽ ബാധ്യതയായെന്ന് ആദരവായ ഹബീബുനാ മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു
നമ്മൾക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗള ശരീഫിൽ പോയി സിയാറത്ത് ചെയ്തവരാണ്. അല്ലാഹു തആല നമ്മുടെ സിയാറത്തിനെ ആ രൂപത്തിലുള്ള സിയാറത്തിൽ പെടുത്തുമാറാകട്ടെ. ഇതുവരെ സിയാറത്ത് ചെയ്യാത്തവർക്ക് അല്ലാഹുവേ ജീവിതകാലത്തിൽ മഖ്ബൂലത്തായ സിയാറത്ത് ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. എന്റെ അരികിലേക്ക് വന്നത് എന്നെ സിയാറത്ത് ചെയ്യുക എന്ന ലക്ഷ്യത്തിൽ മാത്രമാണെങ്കിൽ കാന ഹഖ്ഖൻ അലയ്യ, എന്റെ മേൽ ബാധ്യതയായി അൻ അകൂന ലഹു ശഫീഅൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആ മനുഷ്യനെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാൻ എന്റെ മേൽ ബാധ്യതയായി മഹാനായ ഹബീബുനാ മുഹമ്മദിനുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ശഫാഅത്ത് കൊണ്ടുള്ള മുറാദ് എന്താണ്? മഹാനായിരിക്കുന്ന അല്ലാമ ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഇതിന്റെ വിശദീകരണത്തിൽ ശർഹുൽ ഇലാഹ് 443ാമത്തെ പേജിൽ പറയുന്നത് കാണാം. ഇന്നഹു, നിശ്ചയമായിട്ടും ഈ സിയാറത്ത് ചെയ്യുന്ന വ്യക്തി യുഖസ്സു, അവനെ പ്രത്യേകമാക്കപ്പെടുന്നതാണ് ബിശഫാഅത്തിൽ ലൈസത്ത് ലിഗൈരിഹി, മറ്റൊരാൾക്കും ലഭിക്കാത്ത ശഫാഅത്ത് കൊണ്ട് ആ മനുഷ്യനെ പ്രത്യേകമാക്കപ്പെടുന്നതാണ്. അപ്പൊ ഇവന്ന് മനസ്സിലായി എന്ത്? സാധാരണ എല്ലാവർക്കും വേണ്ടി ചെയ്യുന്ന ശഫാഅത്തല്ല, ഈ സിയാറത്ത് ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ശഫാഅത്ത് മറ്റൊരാൾക്കും ലഭിക്കാത്ത ശഫാഅത്താണ്. അത് എങ്ങനെയാണ്? ഇമ്മാ ബിസിയാദത്തിൻ നഈം, മൂന്ന് രൂപം. ഒന്ന് ഇമ്മാ ബിസിയാദത്തിൻ നഈം, അദ്ദേഹത്തിന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അല്ലാഹു തആല ഒന്നും കൂടി ഏറെയാക്കി കൊടുക്കുന്നതാണ്. وإما بتخفيف الأهوال عنه في ذلك اليوم, ആ മഹ്ശറാവൻ സബിൽ ഖിയാമത്ത് നാൾ ഒരുമിച്ച് കൂടുമ്പോൾ ഒരുപാട് ഹൗലുകള്, പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അതിൽ നിന്ന് അല്ലാഹു തആല ആ മനുഷ്യനിക്ക് ലഘൂകരണം കൊടുക്കൽ കൊണ്ടായിരിക്കാം. വഇമ്മാ ബികൗനിഹി മിനല്ലദീന യുഹ്ശറൂന ബിഗൈരി ഹിസാബ്, അതുമല്ലെങ്കിൽ ഒരു ഹിസാബുമില്ലാതെ ആ മനുഷ്യനെ അല്ലാഹു തആല സ്വർഗ്ഗത്തിലേക്ക് കയറ്റാനും മതി. മഹാനായ അല്ലാമ ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു അള്ളാന്റെ ഹബീബിന്റെ ഖബറുകൾ പോയി സിയാറത്ത് ചെയ്ത കിട്ടുന്ന കൂലിയാണത്. ഒന്നിരിക്കൽ ആ മനുഷ്യർക്ക് അല്ലാഹു തആല കിട്ടുന്ന അനുഗ്രഹം ഏറ്റി കൊടുക്കും. അല്ലെങ്കിൽ അവന്റെ മരലോകത്തിലുള്ള ഹൗലുകള്, പ്രയാസങ്ങൾ അല്ലാഹു തആല ചുരുക്കി കൊടുക്കും. അതുമല്ലെങ്കിൽ ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള തൗഫീഖ് ലഭിക്കും. അല്ലാഹു തആല വിഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു സിയാറത്തുകാരന് ഈ ശർഹുൽ ഇലാഹിൽ തന്നെ പറയുന്നത് കാണാം, എന്റെ മേൽ അവർക്ക് ശഫാഅത്ത് ചെയ്യൽ നിർബന്ധമായി എന്ന് നബി തങ്ങൾ പറഞ്ഞതിന്റെ മാനി എന്താണ്? വഫീഹി ബുശ്റാ ലഹു ബിമൗതിഹി മുസ്ലിമാ, ഈ സിയാറത്ത് ചെയ്ത മനുഷ്യരുണ്ടല്ലോ, അയാൾ മുസ്ലിമായിട്ട് തന്നെ മരിക്കൂ എന്ന സന്തോഷ വാർത്ത അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വാചകത്തിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. യൗലമു ഉമ്മത്ത് മുഹമ്മദിനുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ലക്ഷോപലക്ഷം ആളുകൾ ആ പരിശുദ്ധമായ റൗള ശരീഫ് സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, അവർക്കെല്ലാവർക്കും ആ വിഭാഗത്തിൽ ഉൾപ്പെടാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ നാടുകളിൽ നിന്ന്, ബന്ധുക്കാരിൽ നിന്ന് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് പോയവർ സിയാറത്ത് ചെയ്യുകയാണ്. അല്ലാഹുവേ, അവർക്ക് ആ ഉന്നതമായ ഭാഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങളെ സിയാറത്തുകൾ ആ രൂപത്തിലാക്കണേ അല്ലാഹ്. ചെയ്യാത്തവർക്ക് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. മാത്രമല്ല, മദീനയിലേക്ക് പോയാൽ ഭൂമിയിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് സ്വർഗ്ഗമാണെന്ന് ചൂണ്ടിക്കാട്ടിയ ഒരു ഇടമുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഖബ്റു ശരീഫ് നിലകൊള്ളുന്നതിന്റെയും ആ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം മാത്രമാണ്. അതല്ലാത്ത ഭൂമിയിൽ ഒരു സ്വർഗ്ഗമെന്ന് നബി തങ്ങൾ അവകാശപ്പെട്ട സ്ഥലമില്ല. അപ്പോൾ ഒരു സംശയം ഉണ്ടാകും, മജ്ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന എന്നാണല്ലോ. ഇൽമിന്റെ സദസ്സ് എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിന്റെ തോപ്പുകളിൽ നിന്നുള്ള ഒരു
തോപ്പാണെന്ന് അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചതാണല്ലോ അല്ലേ. നമ്മൾ മജ്ലിസിനൂറിന്റെ വാർഷിക നടത്തും, അങ്ങാടിയിൽ ഒരു സ്റ്റേജ് കെട്ടിയാണ്. ഇത് കഴിഞ്ഞ് സ്റ്റേജ് കെട്ടി നമ്മുടെ വേദന്റെ പരിപാടിയൊക്കെ അപ്പത് റൗളത്തും റിയാദിൽ ജന്നയാണ്. അത് കഴിഞ്ഞാ പിന്നെ അതങ്ങനെയല്ല. പക്ഷെ എന്നെന്നും റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറയപ്പെട്ട ഒരിടമുണ്ടെങ്കിൽ അതെവിടെയാണ്? മാ ബൈന ബൈതി വമിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. മഹാനായ ഹബീബുനാ മുഹമ്മദിൽ മുസ്തഫ ഇമാം ബുഖാരി തങ്ങൾ തന്റെ സ്വഹീഹിൽ 1196 ഹദീസായും മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുമാ അവിടുത്തെ പരിശുദ്ധമായ സ്വഹീഹിൽ 1391 ഹദീസായും കൊണ്ടുവന്ന ഹദീസാണിത്. മുത്തഫഖ് അലൈഹിയായ ഹദീസ്, സംശയമില്ലാത്ത ഹദീസ്. ആ ഒരിടത്തേക്ക് പോയി എന്ത് ചോദിച്ചാലും അതിന് മറുപടിയാണ് റൗളത്തുൻ മിൻ റിയാദിൽ ജന്നയാണ്. എന്താണ് അതിന്റെ മഅന? ആ ഇടമെന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽപ്പെട്ട തോപ്പാണെന്ന് പറഞ്ഞതിന്റെ മഅന എന്താണ്? മഹാനായിരിക്കുന്ന അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് അല്ലാമ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു തആല തങ്ങൾ തന്റെ പരിശുദ്ധമായ ഫത്ഹുൽ ബാരി 4-ാം ജുസ് 125-ാമത്തെ പേജിൽ പറയുന്നത് കാണാം. റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞാൽ ഐ ഫീ നുസൂലിർ റഹ്മ, അവിടെ എപ്പോഴും റഹ്മത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വഹുസൂലിസ് സഅദ, അവിടെ പ്രവേശിച്ചാൽ പിന്നീട് വിജയം ഉറപ്പാണ്. അവിടെ പ്രവേശിച്ചാൽ മതി, വിജയം ഉറപ്പാണ്. ഔ അന്നൽ ഇബാദത ഫീഹാ തുഅദ്ദി ഇലൽ ജന്ന, അവിടെ വെച്ച് നിർവഹിക്കപ്പെടുന്ന ഇബാദത്ത് അതിന്റെ പ്രതിഫലം സ്വർഗ്ഗമല്ലാതെയല്ല. അവിടെ നിർവഹിക്കപ്പെടുന്ന ഇബാദത്ത് ഉണ്ടല്ലോ, തുഅദ്ദി ഇലൽ ജന്ന, ഈ മനുഷ്യനെ സ്വർഗ്ഗത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നതാണ്. യുലമു ഉമ്മത മുഹമ്മദിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെ ആ സ്ഥലത്തെ അല്ലാഹു തആല അങ്ങനെ തന്നെ സ്വർഗ്ഗലോകത്തേക്ക് ഉയർത്തുമെന്ന് മഹാനായ അല്ലാമ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു. അങ്ങനത്തെ സ്ഥലമാണത്. അവിടേക്കാണ് മുഅ്മിനീങ്ങൾ കോടാനക്കോടി ലക്ഷങ്ങൾ പതിനായിരക്കണക്കിന് പോയി അല്ലാഹുവേ എന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തി തരുമോ എന്ന് ദുആ ചെയ്യുന്നത്. അല്ലാഹുവേ മരണത്തിനു മുമ്പ് ഒരുപാട് തവണ അവിടേക്ക് പോകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. എപ്പോഴും ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ മദീന മുനവ്വറയായിരിക്കണം. എപ്പോഴും മദീന മുനവ്വറയായിരിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് മഹാനായ ഇമാം മുസ്ലിം തങ്ങൾ റിവായത്ത് ചെയ്യുന്നത് കാണാം. വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹു തന്നെയാണ് സത്യം. ലയഅതിയന്ന അഹദുക്കും ലയഅതിയന്ന അലാ അഹദിക്കും യൗമുൽ ലാ യറാനി, പ്രധാനപ്പെട്ട ഹദീസാണിത്. ലയഅതിയന്ന അലാ അഹദിക്കും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വരാൻ പോകുന്നുണ്ട് യൗമുൻ, ഒരു ദിവസം, ലാ യറാനി, ആ ദിവസം നിങ്ങളുടെ ഭൗതികമായ നേത്രപടലങ്ങളെ കൊണ്ട് എന്നെ കാണാൻ സാധിക്കൂല എന്ന് പറഞ്ഞാൽ നമുക്ക് അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ കഴിയുന്നുണ്ടോ? ഞാൻ മരണപ്പെട്ടു പോയിട്ട് ഒരു സാഹചര്യം ഈ ഉമ്മത്തിന് വരാനുണ്ട്. ഇപ്പം എന്റെ അടുത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് എന്നോട് ആശയവിനിമയം നടത്താം. ഭൗതികപരമായ കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയാത്തൊരു ദിനം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ആ കാലഘട്ടത്തിന്റെ സ്വഭാവം എന്താണ്? അവരെ മാലിനേക്കാളും സമ്പത്തിനേക്കാളും മക്കളെക്കാളും കുടുംബക്കാരെക്കാളും അവർക്ക് താല്പര്യം എന്നെ കാണലായിരിക്കുമെന്ന് മഹാനായ ഹബീബുനാ മുഹമ്മദിൽ മുസ്തഫ നമ്മളതിന് വേണ്ടിട്ടല്ലേ എന്തേലും പൈസ കിട്ടിയാ എന്തിനു വേണ്ടി പോണത്? ഹജ്ജിന് വേണ്ടി പോണത്, മദീനയ്ക്ക് പോണത് എന്തിനു വേണ്ടിട്ടാ? നമുക്ക് പോകാൻ കായ് കിട്ടിയാലേ പോകാൻ തയ്യാറല്ലേ? തടി കൊണ്ട് ആഫിയത്തുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റത്തെ ചിന്ത പഠിച്ചോനെ ആ പരിശുദ്ധമായ ഹജ്ജ് ചെയ്യണം. എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യണം. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ
അത് നമ്മൾ എപ്പോഴും ദുആ ചെയ്യലുണ്ട്. റബ്ബി വർസുഖ്നാ സിയാറതഹു ഖബ്ല ഖബ്ദി റൂഹി വൽ ഖർജി. അർത്ഥം റബ്ബി വർസുഖ്നാ സിയാറതഹു, അല്ലാഹുവേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഖബ്ല ഖബ്ദി റൂഹി വൽ ഖർജി, ഞങ്ങളെ ഭൗതികമായ ശരീരത്തിൽ നിന്ന് റൂഹിനെ പിടിക്കപ്പെടുന്നതിന് മുമ്പ് റബ്ബേ ഞങ്ങളെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മഹാന്മാരായ സ്വഹാബത്തിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹമെന്ന് പറഞ്ഞാൽ അനിർവചനീയമാണ്. മഹാനായിരിക്കുന്ന സൗബാൻ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ മുഖമാകെ വിറളിപ്പോയി. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചാരിയത മഹാനായ സൗബാൻ റളിയല്ലാഹു തആല തങ്ങൾ വന്നപ്പോ മുഖത്തിൽ വല്ലാത്ത ടെൻഷനാണല്ലോ, ശരീരം മുഴുവൻ ക്ഷീണിച്ചിട്ടുണ്ട്. വല്ലാത്തൊരു പ്രയാസം നബി തങ്ങൾക്ക് കണ്ടപ്പോൾ ചോദിച്ചല്ലോ, യാ സൗബാൻ മാ ഗയ്യറ ലൗനക, എന്താ സൗബാനെ മുഖത്തേക്ക് നോക്കിയിട്ട് മട്ടല്ലല്ലോ, ആകെ സങ്കടത്തിലാണല്ലോ, ആകെ ടെൻഷനാണല്ലോ, എന്തെങ്കിലും പ്രയാസമുണ്ടോ സൗബാൻ? മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി മറുപടി എന്താ പറഞ്ഞത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ ബി മിൻ ളുർരിൻ വലാ വജഅ, നബിയേ എനിക്കൊരു പ്രയാസവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു വേദനയില്ല, ഒരു വിശപ്പുമില്ല, എനിക്കൊരു മറ്റു പ്രയാസങ്ങളോ ഭൗതികപരമായ ബുദ്ധിമുട്ടോ ഒന്നുമില്ല നബിയേ. ഗൈറ അന്നീ ഇദാ ലം അറക ഇശ്തഖ്തു ഇലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അങ്ങയെ കാണാതെ നിൽക്കുന്ന സന്ദർഭമുണ്ടല്ലോ, അത് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല നബിയേ. അങ്ങയുടെ ഈ മജ്ലിസിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് പോയ അപ്പം എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണം, ആ ചിന്ത മാത്രമേ ഉള്ളൂ. എന്റെ നബിക്ക് എന്തെങ്കിലും പറ്റോ? റസൂലുള്ളാഹിനെ കാണാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല യാ റസൂലല്ലാഹ്. എനിക്കൊരു ഏകാന്തത അനുഭവപ്പെടുകയാണ്. നബിയെ അങ്ങയെ കാണുന്നത് വരെ എനിക്കൊരു ഏകാന്തത അനുഭവപ്പെടുന്നു. ആ സമയത്ത് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അങ്ങനെയാണെങ്കിൽ ഞാൻ ആഖിറത്തിനെ ഓർത്തുപോയി. ലോകത്തിൽ വെച്ച് നബിയെ അങ്ങയെ കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടാകൂലേ എന്ന് പേടിയാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫനസലത്ത്, ആ സമയത്ത് പരിശുദ്ധമായ ഖുർആന്റെ ആയത്ത് ഇറങ്ങുകയാണ്. സൂറത്തുൻ നിസാ 69-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യുതിഇല്ലാഹ വർ-റസൂല فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ടെൻഷൻ വേണ്ട. ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും വഴിപ്പെട്ടാൽ, അവരെ സ്നേഹിച്ചാൽ, അവർ പറയുന്നത് ജീവിതത്തിലേക്ക് പകർത്തി വെച്ചാൽ, അവർ പിന്നീട് മരിച്ചുപോയാൽ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അവർ അല്ലാഹു തആല നിഅമത്ത് ചെയ്ത വിഭാഗമുണ്ടല്ലോ, അവരോടുകൂടെ ആയിരിക്കും. മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അംബിയാക്കളെ കൂടെ, സിദ്ദീഖീങ്ങളെ കൂടെ, ശുഹദാക്കളെ കൂടെ, സ്വാലിഹീങ്ങളെ കൂടെ ആ മനുഷ്യന്മാർ നാളെ പരലോകത്തിൽ ഒരുമിച്ച് കൂടുന്നതാണ്. വഹസുന ഉലൈക റഫീഖാ, അവരല്ലയോ നല്ല കൂട്ടുകാരൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ ഖാലല്ലാഹു അസ്സ വജൽ,
മഹാനായ ഒറ്റ സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് ഇബ്നു അബ്ദുർ റബ്ബിൽ അൻസാരി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവര് ലമ്മാ മാത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ഖാല ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്തല്ലോ, അല്ലാഹുമ്മ അഇന്നി ഹത്താ ലാ അറാ ശൈഅൻ ബഅദഹു. അല്ലാഹുവേ എന്നെ ഒന്ന് റബ്ബേ നീ അന്ധനാക്കുമോ അല്ലാഹ്, ഹത്താ ലാ അറാ ശൈഅൻ ബഅദഹു, ഇനി എനിക്ക് ദുനിയാവ് കാണണ്ട. എന്റെ റസൂല് ലോകത്തോട് വിട പറഞ്ഞു പോയല്ലോ, ഇനി എനിക്ക് ദുനിയാവ് കാണണ്ട. ഫഅമിയ മകാനഹു, ആ സ്ഥലത്തിൽ വെച്ച് തന്നെ ബഹുമാനപ്പെട്ടവർ അന്ധനായി മാറി. ഞാൻ പറയുകയല്ല, തഫ്സീറുൽ ഖുർതുബിയിലെ ഈ സൂറത്തുൻ നിസാഇന്റെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായിരിക്കുന്ന സാഹിബുൽ ഖുർതുബി പറഞ്ഞതാണ്. ഇബ്നു കസീർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് റളിയല്ലാഹു അൻഹുമാ. അതുകൊണ്ട് മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ എപ്പോഴും ഉള്ള ആഗ്രഹമായിരിക്കണം. റസൂലുള്ളാഹിനെ യഖലത്തിലും മനാമിലും കാണാൻ നമ്മൾ പോയി ദുആ ചെയ്യണം. അല്ലാഹുവേ പരിശുദ്ധമായ മദീന മുനവ്വറയിലേക്ക് എത്തിപ്പെടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സറിഞ്ഞ് ഹുബ്ബ് വെക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മരണത്തിനു മുമ്പ് റബ്ബേ അവിടെ പരിശുദ്ധമായ മദീന മുനവ്വറയിൽ മറവിട്ട് കിടക്കുന്ന മനുഷ്യത്വത്തിന്റെ മഹാപ്രപഞ്ചമായ ആദരവായ ഹബീബുനാ മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പലതവണ സിയാറത്ത് ചെയ്യാനും മേൽ പറയപ്പെട്ട ശഫാഅത്തിന്റെ അഹ്ലുകാരിൽ പെടാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അവിടെ സിയാറത്ത് ചെയ്യുന്ന ഹാജിമാർക്ക് ഉന്നതമായ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇതുവരെ മക്കയും മദീനയും കാണാത്തവർക്ക്, പരിശുദ്ധമായ കഅബാലയം കാണാത്തവർക്ക്, ഹജ്ജും ഉംറയും ചെയ്യാത്തവർക്ക്, അതുപോലെ സിയാറത്ത് ചെയ്യാത്തവർക്ക് റബ്ബേ മരണത്തിന് മുമ്പ് ഒരു തവണയെങ്കിലും അതെല്ലാം പരിപൂർണമായ രൂപത്തിൽ നിർവഹിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ചെയ്തവർക്ക് ഒരുപാട് തവണ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. മഹ്ശറിൽ ഞങ്ങളെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ ഞങ്ങളെ നീ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ തൃക്കല്യാണത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.